ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചോറ് കൊണ്ട് ഒരു പായസമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളും അതുപോലെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പായസം കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 2 ഏലക്കായുടെ കുരു, പിന്നെ 1/2 കപ്പോളം പാൽപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ പാൽപ്പൊടി ഒന്നൊക്കെ കട്ടിയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പായസത്തിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരമലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പായസം ചെറുതായി ഒരു തിള വരുന്ന സമയത്ത് പായസത്തിന് ചെറിയൊരു കട്ടി വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഞാനിപ്പോൾ ചൂടുവെള്ളത്തിന് പകരം ആ പായസത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അത് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും മുന്തിരി കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോറ് കൊണ്ടുള്ള പായസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.